ഡൽഹിയിൽ 2,92,00,000 രൂപയുടെ സൈബർ തട്ടിപ്പ്. 78-കാരനായ മുൻ ബാങ്ക് ജീവനക്കാരനെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്താണ് പണം തട്ടിയത്. ഓഗസ്റ്റ് 4-നും സെപ്റ്റംബർ 4-നും ഇടയിൽ വിവിധ ഘട്ടങ്ങളിലാണ് തട്ടിപ്പ് നടന്നത്. സജു തോമസ് വീറും വായിച്ചിരുന്നു. സജു, കേന്ദ്ര സർക്കാർ ഇത്രയധികം പ്രചാരണം ഈ സൈബർ തട്ടിപ്പിനെതിരെ നടത്തിയിട്ടും ആളുകൾ ഇപ്പോഴും വീഴുകയാണോ ഇതിൽ? അജംസ് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. സൈബർ തട്ടിപ്പുകൾ ഇന്ത്യയിൽ അടിക്കടി വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഓരോ വാർത്തകളുടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലും സമാനമായി തന്നെ വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 80 ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. 22.92 കോടി രൂപയുടെ സൈബർ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. സെപ്റ്റംബർ 19-നാണ് 78-കാരനായ നരേഷ് മൽഹോത്ര പോലീസിൽ പരാതി നൽകിയത്. ഓഗസ്റ്റ് 4-നും സെപ്റ്റംബർ 4-നും ഇടയിലാണ് ഈ തട്ടിപ്പ് നടന്നത്. 21 ട്രാൻസാക്ഷനുകളായി 16 വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇയാളുടെ പണം മാറ്റിയെന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. 78-കാരനായ മുൻ ബാങ്ക് ജീവനക്കാരനെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തു എന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള പല തട്ടിപ്പ് കേസുകളുടെ കഥകൾ നമ്മൾ ഓരോ ദിവസവും മാധ്യമങ്ങളുടെയും വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ അജിത് സൂചിപ്പിച്ച പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനൊക്കെയും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതികഠിനമായിട്ട് ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ വാർത്തകൾ പുറത്തു വന്നത്. ശരി സജു.